അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസീനയോട് ആ ഉമ്മ ചോദിക്കുന്നു, മോളെ നിന്റെ വീട് എവിടെയാണ് ശരിക്ക്? നിനക്ക് ആരൊക്കെയുണ്ട് വീട്ടിൽ? മോൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? അവരുടെ ഭാഷ മലയാളമായതുകൊണ്ട് തന്നെ ജസീനക്ക് അതെല്ലാം മനസ്സിലായി. മറ്റു ചിലരാകട്ടെ അവിടെ മറ്റൊരു ഭാഷയാണ് സംസാരിക്കുന്നത്. സമീറും ഉമ്മയും ജസീനയെ അതാ കൊണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിലാണ് സമീറിൻ്റെ ഭാര്യയ്ക്ക് ആശ്വാസമായത്. പക്ഷേ സമീർ അവളെ കൊണ്ടാക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അവൾക്ക്. അവൾ പറഞ്ഞു, ദേ എന്തിനാണ് അവൾ ഒറ്റയ്ക്ക് കയറി വന്നതല്ലേ ഇങ്ങോട്ട്? നിങ്ങൾ എന്ത് കരുതിയിട്ടാണ് അവളെ എങ്ങോട്ടൊന്ന് വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത്? അവൾ ഒറ്റയ്ക്ക് കയറി വന്നു, അവിടെ സുഖമില്ലാതെ കിടന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കുക. വേറൊന്നും പണിയില്ലല്ലോ നിങ്ങൾക്ക്? എവിടെന്നെങ്കിലും മലഞ്ഞു തിരിഞ്ഞു വരുന്ന പെണ്ണുങ്ങളെയും പെൺകുട്ടികളൊക്കെ സ്വീകരിക്കാൻ നിങ്ങളാരാ? ഭാര്യയുടെ ദേഷ്യം പിടിച്ചുള്ള ആ ഒരു സംസാരം അത് സമീറിൽ വളരെയധികം വിഷമം പുലർത്തി. ഉമ്മ പറഞ്ഞു, എടി എന്തൊക്കെ തന്നെയാലും ഗർഭിണിയായ ഒരു പെൺകുട്ടിയല്ലേ, അവളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുത്താൽ നമുക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും. അല്ലാതെ നമ്മളിങ്ങനെ അനാഥാക്കി ഇടാൻ പാടില്ല. ഇന്ന് ഈ കുട്ടിയുടെ സ്ഥിതി അങ്ങനെ, നാളെ നമുക്ക് ഈ സ്ഥിതി വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്കുണ്ട് മക്കളും പേരക്കുട്ടികളൊക്കെ, അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സഹായം അഭ്യർത്ഥിച്ച് നമ്മളെ വീട്ടിലേക്ക് കൈ നീട്ടി വന്നാലേ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കേ. എന്തൊക്കെ വഴികളുണ്ട്. ആരെങ്കിലും തട്ടിക്കൊണ്ടെന്നാണെങ്കിലോ ഒരു പക്ഷേ ഈ കുട്ടിയെ. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. മോളുടെ കല്യാണം കഴിഞ്ഞതാണോ? വീണ്ടും ഉമ്മ അതാ അവളോട് ചോദിക്കുന്നു. അവൾ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം മൗനം പാലിച്ചു. വിവാഹം കഴിഞ്ഞതാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ കുട്ടിയുടെ പിതാവ് എവിടെ എന്ന് ചോദിക്കും. കഴിഞ്ഞതല്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റ് ചെയ്ത ആളായി മാറും ഞാൻ. അതുകൊണ്ട് തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഉമ്മ വീണ്ടും ചോദിച്ചു, മോളെ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? ഉമ്മ പറയണ കേൾക്കണില്ലേ? എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. മോളുടെ ഭർത്താവ് എവിടെ? ഭർത്താവ് എവിടെയാണെന്നറിയില്ല. ഞങ്ങളൊരുമിച്ച് ഒരു ടൂറ് പോലെ പോകുന്നതാണ്, പക്ഷേ എങ്ങനെയോ വഴി തെറ്റി. അവൾ എന്തൊക്കെയോ കളവ് പറഞ്ഞൊപ്പിച്ചു. അതല്ലാതെ അവൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം അവിടെ പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഭയമാകും എന്ന് കരുതിയിട്ട് അവൾ അങ്ങനെ പറഞ്ഞു. എങ്ങനെയെങ്കിലും മോളെ ആളെ കണ്ടുപിടിച്ച് തരണല്ലേ? നോക്കട്ടെ, പിന്നെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലും മോളെ, അതായിരിക്കുമല്ലോ നല്ലത്. എന്നാൽ പിന്നെ സുരക്ഷിതമായ സ്ഥലത്ത് മോളെ എത്തിച്ചോളും. അല്ലാതെ ഞങ്ങളിപ്പോൾ വീട് നോക്കിയിട്ട് എവിടെ പോകാനാ? വേണ്ട, സ്റ്റേഷനൊന്നും ഏൽപ്പിക്കണ്ട. അവൾക്ക് മനസ്സിലായിരുന്നു എന്തൊക്കെ തന്നെയായാലും തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമെന്നുള്ളത്. അതുകൊണ്ട് ജസീന വേണ്ടെന്ന് നിർബന്ധിക്കുകയായിരുന്നു. വേണ്ട, എനിക്ക് പേടിയാണ്, അവരൊക്കെ എനിക്ക് പേടിയാണ്. എന്തിനാ മോളെ പേടിക്കുന്നത്? നിയമപാലകരല്ലേ അവരൊക്കെ. നമുക്കെന്തേ പറ്റിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലല്ലേ നമ്മളെ ഏൽപ്പിക്കേണ്ടത്? ഉമ്മയുടെ വാക്കുകൾ. അല്ലെങ്കിൽ പിന്നെ മോള് പറയും, മോളെ വീട് എവിടെയാണെന്ന് അവിടെ കൊണ്ടുവന്നാക്കി തരാം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അങ്ങനെയൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ എന്നെ വീട്ടിൽ നിർത്തിയാലേ ആരെങ്കിലൊക്കെ തിരഞ്ഞു വന്നാലേ അതിൻ്റെ കുറ്റക്കാർ നമ്മളായിരിക്കും. അതുകൊണ്ട് മോള് പറ, രാജേഷിൻ്റെ വീടിൻ്റെ പേര് പറയണോ അതോ അവളുടെ വീടിൻ്റെ പേര് പറയണോ എന്നൊരു നിമിഷം അവൾ ചിന്തിച്ചു. രാജേഷിൻ്റെത് പറയാതിരുന്നാൽ അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. എന്തൊക്കെ തന്നെയാലും രാജേഷിൻ്റെ കുഞ്ഞല്ലേ. അപ്പോൾ ഇനി എൻ്റെ ജീവിതം ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് പോയാലേ ഈ ഒരു രീതി എന്നെ സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? അവളാകെ സങ്കടപ്പെടുകയാണ്. ഒടുവിൽ അവളത് പറയുന്നു, രണ്ടും കൽപ്പിച്ച്. തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി എനിക്ക്. നിൻ്റെ ഭർത്താവിൻ്റെ വീട് എവിടെയാണ് മോളെ? ആ ഒരു സ്ഥലപ്പേര് അവൾ പറഞ്ഞു. ആ സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ കാറ് അതാ ഓടുന്നു. അത്യാവശ്യം കിലോമീറ്ററുകളുണ്ട്. ഉമ്മ പറഞ്ഞു, എങ്കിലും വേണ്ടില്ല, ഒരു കുട്ടിയെ രക്ഷിക്കല്ലേ നമ്മൾ. ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി എത്ര ദൂരം പോയാലും വേണ്ടില്ല മോനെ. എൻ്റെ മോനെ പുണ്യം കിട്ടും. ആ കുട്ടിനെ യഥാസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക നമുക്ക്. ഇനിയിപ്പോൾ സ്റ്റേഷനിലൊന്നും കൊണ്ടുപോയിടാനോ അതും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം പറയാൻ പറ്റില്ലല്ലോ എങ്ങനത്തെ പോലീസുമാരാ എന്തൊക്കെയുള്ളതെന്നൊക്കെ. ഏതായാലും കുട്ടി ഇങ്ങനെയാണ്, ഗർഭിണിയായൊരു കുട്ടിയാണ്, കാണാൻ സുന്ദരിയായൊരു കുട്ടിയാണ്, വഴിയിൽ ഉപേക്ഷിക്കാനേ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചത്.
മോളെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എവിടെ വെച്ച് കാണാനില്ലാതായത്? ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തട്ടി കൊണ്ടുപോയതാണോ? ആരെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടതാണോ? അവൾ വെറുതെ ഒന്ന് തലയാട്ടി. എന്നാലും എൻ്റെ കുട്ടിൻ്റെ പ്രശ്നം പ്രയാസമൊക്കെ തീരട്ടെ, ഭർത്താവ് തിരിച്ചു വരട്ടെ, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അത് കേട്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടിപ്പോയി. വീണ്ടും രാജേഷിൻ്റെ കൂടെയുള്ള ജീവിതമോ? ഹേയ്, അതെങ്ങനെ സാധ്യമാകും? പക്ഷേ ഈ കുഞ്ഞ്, ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയുന്നില്ല. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് അവൾക്ക് പിടുത്തമില്ലായിരുന്നു. എന്നാൽ ഈ സമയം രാജേഷിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അവൻക്ക് വിളിക്കുകയാണ്. എടാ രാജേഷേ, പോയിട്ട് 3-4 ദിവസമായല്ലോ. ആ പെണ്ണിനെയും കൊണ്ട് കറങ്ങി തീർന്നില്ല എനിക്ക്. ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കേട്ടോ, അവിടെ ആൾക്കാരുടെ ഇടയിൽ ഒന്ന് ഇട്ട് കൊടുക്കല്ലേ. അങ്ങനത്തെ സൈസ് സാധനങ്ങളാണ് എൻ്റെ കൂട്ടുകാരനെ. ഓളെ കൊണ്ടിങ്ങോട്ട് പോര്. നമുക്കും വേണ്ട കുറച്ചൊരു ഉത്തരവാദിത്വം. എന്തൊക്കെ തന്നെയാലും ഈ ഓളെ താലി കെട്ടിക്കൊണ്ട് കൊണ്ടുവന്നു. എന്നാൽ പിന്നെ ഓളെ കാര്യത്തിൽ ഉത്തരവാദിത്വം വേണ്ടേ? അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഇടല്ലേട്ടതിനെ. അമ്മയുടെ വാക്കുകൾ കേട്ട് രാജേഷ് ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ, അതെ ഞങ്ങൾ അങ്ങോട്ട് വരും, നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. രാജേഷിൻ്റെ കൂടെ അവളില്ല എന്നുള്ള കാര്യം ഒരിക്കലും അവൻ പറഞ്ഞതേയില്ല. അവൻ്റെ കയ്യിൽ നിന്ന് നൈസായി ഇത്തവണയും അതാ ജസീന രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദേഷ്യത്തിലാണ് അവന്. ബോസ് അവനോട് പറഞ്ഞു, എടാ ചതിക്കുകയാണോ എന്നെ നീയേ? ഉള്ള ക്യാഷൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട്. ഹേയ് ചതിക്കേ ബോസേ, ഒരിക്കലുമല്ല. എന്തൊക്കെ തന്നെയായാലും ഇനി എൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് നിങ്ങൾക്കുള്ളത് തന്നെയായിരിക്കും. എന്താ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിരിക്കും. നീ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് എൻ്റെ പൈസ മുഴുവൻ ചാക്കിലാക്കാനുള്ള പരിപാടിയാണ്. അവളെ നീ നൈസായിട്ട് രക്ഷപ്പെടുത്തുകയാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ബോസേ സത്യമായിട്ടും നിങ്ങളെ ചതിക്കുമോ? എൻ്റെ പെണ്ണിനെ വരെ തന്നതാണ് നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങളെ ചതിക്കേ? ഹേയ്, ഏതൊരാളും ചെയ്യാത്ത പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. അത് എൻ്റെ ബോസിന് വേണ്ടി. എൻ്റെ ബോസ് എന്ത് പറഞ്ഞാലും ഞാൻ രക്തം തിളച്ചു നിൽക്കുന്നവനാണ്. എനിക്ക് എന്ത് നേടിത്തരുവാനേ പറ്റുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ചിന്തിക്കുന്നേയില്ല. രാജേഷിൻ്റെ ആ ഒരു സംസാരം ബോസിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബോസ് പറയുന്നു, എടാ രാജേഷേ, എനിക്കറിയാമല്ലോ നിന്നെ. ഞാൻ എന്ത് ചോദിച്ചാലും നീ തരുന്നതല്ലേ. നീ താലി കെട്ടിക്കൊണ്ടുവന്ന ആ സൗന്ദര്യ തിടമ്പിനെ, അത് ഞാൻ ചോദിച്ചിട്ട് പോലും നീ എനിക്ക് തന്നു. എനിക്ക് അറിയാമടാ നിന്നെ. പക്ഷേ അവളെ കിട്ടാത്തതിലുള്ള ആ ഒരു ടെൻഷൻ, ആ ഒരു സങ്കടം അതെൻ്റെ മനസ്സിലുണ്ട്. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ആഗ്രഹം തീരുവോളം അവൾ എനിക്കുള്ളതാണ്. എന്താ ബോസേ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തൊക്കെ തന്നെയായാലും അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയതുകൊണ്ട് എനിക്കിഷ്ടം പോലെ ജീവിക്കാലോ. ഇഷ്ടം പോലെ പണം, ആഡംബര ജീവിതം, നല്ല റിസോർട്ടിൽ ജീവിതം, ഇഷ്ടപ്പെട്ട ഫുഡ്. ഞാൻ എന്തായാലും ഒരു ഭാഗ്യവാൻ തന്നെ. എടാ പറയാനുണ്ടോ? നിനക്ക് എങ്ങനെ കിട്ടി ഈ ഒരു സൗന്ദര്യ തിടമ്പിനെ? ഒന്ന് പറയടാ. പക്ഷെ എന്ത് ചെയ്യാൻ, കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ചുറ്റുഭാഗത്തും റെയിൽവേയുടെ ഭാഗത്തും ഒക്കെ ഒന്ന് ചെക്കിങ്ങിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. എവിടെന്നെങ്കിലും കിട്ടാതിരിക്കില്ല. അത്ര പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല അവൾ. രാജേഷ് കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു, അവൾ മിസ്സായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഏതൊരു നിമിഷമാണ് എനിക്ക് ഫുൾ ബോട്ടിൽ അടിക്കാൻ തോന്നിയത് എനിക്ക് അറിയില്ല. അതിലങ്ങ് ലഹരി മൂത്ത് ബോധം കെട്ട് കിടപ്പിലായി രണ്ടും. അതിനിടക്ക് അവൾ നൈസായി അങ്ങ് മുങ്ങി. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് അവളില്ല എന്നുള്ള സത്യം മനസ്സിലാകുന്നത്. എല്ലാം കയ്യിൽ നിന്ന് പോയി, ഞാനായിട്ട് അത് നശിപ്പിച്ചു. ഈ സമയം രാജേഷിൻ്റെ വീടിനടുത്തെത്തി തുടങ്ങിയിരുന്നു ഏകദേശം അവൾ പറഞ്ഞു, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അല്ല മോളെ, വേണ്ട, ഇവിടെ ഒന്നും ഇറങ്ങണ്ട. അഥവാ നീ ഇവിടെ എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാലേ വഴിതെറ്റി വേറെ എങ്ങോട്ടെങ്കിലും പോയി പിന്നെ എവിടെങ്കിലുമൊക്കെ വീണ് പോയാൽ ഇനി ആര് സംരക്ഷിക്കും? മോളെ വീട്ടിലേക്ക് ആക്കി തരാം. പിന്നെ വീട്ടുകാരോട് കുറച്ച് കാര്യങ്ങളും പറയാണ്ട്. അത് കേട്ടപ്പോൾ അവൾ അല്പം ഭയപ്പെട്ടു. കാരണം ആ ഉമ്മ വിചാരിച്ചത് ഞാനൊരു മുസ്ലിം പെണ്ണല്ലേ, അപ്പോൾ മുസ്ലിം വീട്ടുകാരായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ അറിയുമ്പോൾ എല്ലാം കുളമാകും. പിന്നീട് എന്നോടുള്ള ആ സ്നേഹമെല്ലാം അവർക്ക് ഇല്ലാതാവും. കാരണം വലിയ തെറ്റ് ചെയ്തവളാണ് ഞാൻ എന്നുള്ള ആ ഒരു പുച്ഛം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ. ഹേയ് വേണ്ട,
അത് തൽക്കാലം വേണ്ട ഇക്ക, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഉമ്മ പറഞ്ഞു, വേണ്ട മോളെ, വീട്ടിലേക്ക് ആക്കിത്തരാം. അങ്ങനെ പെൺകുട്ടികളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. അവിടുന്ന് ഇതുവരെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നില്ലേ, ഇനിയിപ്പോൾ എന്താ, അത് കുഴപ്പമില്ല, വീട്ടിലേക്ക് ആക്കിത്തരാം. അവൾ പറഞ്ഞു, വേണ്ട, ഞാനിവിടെ ഇറങ്ങിക്കോളാം. എന്താ മോളെ നീ ഇങ്ങനെ? അവൾ കരയുവാൻ തുടങ്ങി. എന്താ കുട്ടി കരയുന്നത്? എന്തു പറ്റി? വീട്ടിലേക്ക് നിനക്ക് പോകുന്നത് ഇഷ്ടമല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നതാണോ? ഭർത്താവിനെ പേടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും? അവൾ തലയാട്ടി. ഇല്ലെന്ന്. ഒരു വീട് കണ്ടപ്പോൾ അതിനപ്പുറത്തായിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, അതാ വീട്, അതുതന്നെയാണ് വീട്. എന്നാ മോള് പോയിക്കോ എന്ന് ഉമ്മ പറയുകയാണ്. അവൾക്ക് ഇഷ്ടമില്ലാതെ അങ്ങോട്ട് ചെല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അവളെ അവിടെ നിന്ന് ഇറങ്ങി ആ വീട്ടിലേക്ക് പോകുന്നത് ഇവർ നോക്കി നിൽക്കുകയായിരുന്നു. ഗർഭിണിയായതുകൊണ്ട് മാത്രമാണ് അവൾ രാജേഷിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. എന്തൊക്കെ തന്നെയായാലും ആ അമ്മ തന്നെ സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം, അല്ലാതെ ഒരിക്കലും രാജേഷിനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് ഈ ഒരു സ്ഥിതിയിൽ പോകുവാൻ പറ്റില്ല എന്നറിയാം. വീട്ടിലെത്തി അവളത് വാതിൽ മുട്ടുന്നു. അമ്മേ, അമ്മേ. ഒരു ദയനീയമായ വിളി കേട്ടുകൊണ്ട് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക്. മോളെ, ആരെ വിളിക്കുന്നത്? മോൾ ശബ്ദം പോലെ കേൾക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത്. ഒന്ന് തുറന്നു നോക്ക്. അമ്മ, ആരെങ്കിലും ആയിരിക്കും അത്. അമ്മ ചെല്ല്. അമ്മ അതാ അങ്ങോട്ട് ചെല്ലുന്നു. രാജേഷിൻ്റെ അമ്മ വാതിൽ തുറന്നതും കണ്ടത് തൻ്റെ മരുമകളെയാണ്. മോളെ, മോൾ എവിടെയായിരുന്നു? എവിടെ രാജേഷ്? എത്ര ദിവസമായി പോയിട്ട്? ഞാൻ അവനെന്ന് വിളിച്ചപ്പോൾ അവൻ ഒരു വിവരവും തരുന്നില്ല നിന്നെക്കുറിച്ച്. രാജേഷ് എവിടെ? ആ അമ്മ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അവനെവിടെ? അവനെന്ന് വന്നില്ലേ? നീ എങ്ങനെ മോളെ വന്നത്? എൻ്റെ ദേവിയെ, ഈ കുട്ടിൻ്റെ ചേലും കൊലവും കണ്ടില്ലേ, പറ്റങ്ങോട്ട് അയക്കണ്. എന്തു പറ്റി മോളെ? ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നോ? അവൾക്ക് സംസാരിക്കാൻ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല. അവൾ നേരെ ചെന്നത് അവളുടെ ആ ഒരു റൂമിലേക്കാണ്. ആ ബെഡിൽ അവളങ്ങ് വീഴുകയായിരുന്നു അതിലേക്ക്. മമ്മ അവളെ ആശ്വസിപ്പിച്ചു. മോളെ, എന്തു പറ്റി? രാജേഷ് എവിടെ? മോൻ്റെ വിവരമൊന്നുമില്ലല്ലോ. വരുന്നുണ്ടാവും, എനിക്കറിയില്ല. അവൾ അതാണ് പറഞ്ഞത്. അടുപ്പത്തുള്ള കഞ്ഞിക്കലത്തിൽ നിന്ന് അല്പം കഞ്ഞിയെടുത്ത് ആ അമ്മ ചൂടാറ്റി അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇന്ന് മോളെ, ക്ഷീണം ഉണ്ടാവും, ഇത് കുടിക്ക്. അമ്മയുടെ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ്. പക്ഷേ തൻ്റെ ഭർത്താവായ രാജേഷ് ഒരിക്കലും തിരിച്ചു വരരുത് എന്നാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. ആ അമ്മ അവൾക്ക് കഞ്ഞി കോരി കുടിക്കുന്നു. മോളെ, ക്ഷീണിക്കും, ഇത് കുടിച്ചാൽ കുറച്ച് മാറ്റം ഉണ്ടാവും. അവൾക്ക് ആ അമ്മ കഞ്ഞി കോരി കൊടുക്കുന്നതിനിടയിൽ അതാ ആ കാറിൽ നിന്നിറങ്ങി അയാളും അയാളുടെ ഉമ്മയും ഇറങ്ങി വരുന്നു. അവിടെ ചെന്ന് വാതിലിനെ മുട്ടി. ആ വീട് കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ടായി. ഇതല്ലേ വീട്? മാറോ? ഇതിപ്പോൾ എന്താ? ദൈവങ്ങളെ ഫോട്ടോക്കുള്ള രൂപക്കുള്ള ഇതല്ലായിരിക്കും, അതിൻ്റെ ബാക്കിലെ വീടാണോ എന്നാലോചിച്ച് നിന്നപ്പോഴേക്കും അതാ വാതിൽ തുറക്കുന്നു. പൊട്ടിട്ട് ഒരുപാട് മുടിയുള്ള ഒരു പെണ്ണാണ് വന്ന് വാതിൽ തുറന്നത്. അവൾ ആരാണ് എന്ന് ചോദിച്ചു. സോറി, വീട് മാറിയതാണ്. ഞങ്ങളൊരു കുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നേ. ആ കുട്ടി ഈ ഭാഗത്തേക്കാണ് വന്നതെന്ന് തോന്നിയപ്പോൾ അറിയാതെ വന്നതാണ് എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നടക്കുമ്പോൾ, അമ്മേ, ആരാണത്? ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവളെ അവരാണോ കൊണ്ടുവന്നത്? ശ്രീലക്ഷ്മി, നിന്നെ അവരാണോ കൊണ്ടുവന്നത്? അവൾ ഭയന്നു ഒരു നിമിഷം. പിന്നെ എന്ത് പറയണം എന്നറിയാതെ അവൾ തലയാട്ടി. അതേ എന്ന്. അതെ, ഇവിടെ തന്നെ ഉണ്ട് ആ കുട്ടി. ശരിക്കും ആ ഉമ്മയും ആ മകനും അത്ഭുതപ്പെടുകയാണ്. എന്തു പറ്റി? അല്ല, നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് തന്നെയല്ലേ? ഇവളാണോ നിങ്ങൾ വിചാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ശരിക്കും അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. റബ്ബേ, മുസ്ലിമെന്ന് കരുതിയ ജസീന എന്ന പേരുള്ള കുട്ടി, ആ കുട്ടി വന്നത് ഈ ഒരു ഹിന്ദുസിൻ്റെ വീട്ടിലേക്കോ? അവൾക്കൊരമ്മ കഞ്ഞി കോരി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവർക്ക് തിടുക്കമായി. ആ ഉമ്മ പറഞ്ഞു, അല്ല, ഇതിപ്പോൾ എന്താ, ഞങ്ങൾ ഒരു കുട്ടീനെ വഴിയിൽ നിന്ന് കിട്ടിയപ്പോഴേ ബുദ്ധിമുട്ടായി ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ മോനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി. അപ്പോൾ പേരൊക്കെ ചോദിച്ചു, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കൊന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്.
പക്ഷേ കുട്ടി ആൾ മാറിപ്പോയിട്ടോ. ഞങ്ങൾ കുട്ടീൻ്റെ പേര് ജസീന എന്നാണ് ഞങ്ങൾ കരുതിയത്. എന്തായാലും വേണ്ടിയില്ല, ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും ഒക്കെ ജീവനുകളല്ലേ, രക്ഷപ്പെടുത്തൽ നമ്മളെ കടമല്ലേ, ജാതി മതം നോക്കിയിട്ടല്ലല്ലോ, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ അടുത്ത് എത്തിയല്ലോ, സമാധാനമായി എന്ന് ആ ഉമ്മ പറഞ്ഞു. പോകുമ്പോൾ ഉമ്മ പറയുകയാണ്, മോനെ ജാതി ഏതായാലും മതം ഏതായാലും ആ കുട്ടീനെ അവിടെ എത്തിച്ചതിൽ വല്ലാത്തൊരു സന്തോഷം തന്നെ നമുക്കുള്ളത്. പിന്നെ അത് മാത്രമല്ല, ആ കുട്ടി എന്താണ് തട്ടിട്ട് ജസീന എന്നുള്ള പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഒപ്പിച്ചല്ലോ, അതുകൊണ്ട് അവൾക്ക് രക്ഷപ്പെടാനായി. അല്ല ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ജാതിക്കാരാണെങ്കിൽ ഇങ്ങനെ വീട്ടിലൊക്കെ കൊണ്ടുവന്നാക്കുമോ ഉമ്മ? അതിനെന്താ, മനുഷ്യനേതായാലും തന്നെ അപകടത്തിൽ പെട്ടുകിടക്കുമ്പോൾ നമ്മൾ രക്ഷിക്കുന്നത് നമ്മളെ ബാധ്യതയല്ലേ. ആ മോനെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്, ശരിയാണ്. എന്തൊക്കെ തന്നെയല്ല നല്ലൊരു കാര്യം ചെയ്യാൻ സാധിച്ചല്ലോ. ജസീനയെ വീട്ടിലാക്കി അവർ തിരിച്ചുപോയി. പക്ഷേ ആ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ, ചിന്തകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ ഉമ്മക്ക് എന്തൊക്കെയോ ചോദിക്കണം, അറിയണം, പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അവരോട് ചോദിക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ എന്ന് കരുതി ഉമ്മ കഞ്ഞി കൊടുത്ത് ആ കഞ്ഞി മുഴുവനാകുന്നതിന് മുമ്പായിട്ട് അതാ ജസീനക്ക് ഓക്കാനം വരുന്നു. അവളതാ പുറത്തേക്ക് ഓടുന്നു. എന്ത് പറ്റി മോളെ, എന്തു പറ്റി എന്ന് പറഞ്ഞു ആ അമ്മ പിന്നാലെയും അവളുടെ പുറത്തൊഴിഞ്ഞു കൊടുക്കുകയാണ്. കഞ്ഞിയെല്ലാം അവൾ ഛർദ്ദിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഇന്ന് മോളെ ഈ ചുടുവെള്ളം കുടിക്ക് എന്ന് പറഞ്ഞ് കൈകാലുകൾ തളരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. അവൾ വീണ്ടും അവിടെ കിടക്കുന്നു. മമ്മ അവളുടെ കാലും കൈയുമെല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. മോളെ എന്തു പറ്റി? അതിൽ പെട്ടെന്ന് തന്നെ ഏട്ടത്തിക്ക് കാര്യം മനസ്സിലായി. രാജേഷ് പണി ഒപ്പിച്ച് കാണും, അത് തന്നെ, വേറൊന്നുമല്ല. എന്നാൽ ഈ ചെക്കന് ഇവളെ വിട്ടിട്ട് എവിടെ പോയി കിടക്കുക? എങ്ങനെ പോലെ കാറിൽ വരാൻ കാരണം? എനിക്കൊന്നും അറിയില്ലേ. മോളെ എന്തു പറ്റി, ഒന്ന് വിശദമായി പറയോ കാര്യങ്ങൾ? രാജേഷ് എവിടെയാണെന്ന് നിനക്കറിയോ? ഇന്നലെ വിളിച്ചപ്പോൾ അവൻ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. അതല്ല, മോൾ എങ്ങനെ അവരുടെ കൂടെ എത്തി? അതിനെക്കുറിച്ചൊന്നും മോൾ പറയോ? ആ അമ്മയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ മകന് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിലാണ് അവർക്ക് സന്തോഷം. ജസീന എന്ന ശ്രീലക്ഷ്മിയെ അവർ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ രാജേഷ് ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ എന്തായിരിക്കും സ്ഥിതിഗതികൾ എന്നുള്ള കാര്യം അത് അറിയുകയുമില്ല. നേരെ അത് രാജേഷിനെ അമ്മ ഫോൺ ചെയ്യുന്നു. ഹലോ മോനെ, നീ എവിടെ? ഓരോ സർപ്രൈസൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നീ എവിടെ പോയി കിടക്കടാ? എന്താ മങ്ങളീ പറയണത്? അല്ല നീ എവിടെയാണെന്ന്, നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? അതെനിക്ക് ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ട് കിടക്കുകയാണ്, അതൊന്ന് സെറ്റാകുന്നവരെ. എന്ത് പ്രശ്നം? അതൊക്കെ ഉണ്ടോയെന്ന് നിങ്ങളോട് പറയാൻ പറ്റില്ല. എന്ത് പ്രശ്നമാണ് ഈ പറയ്. ജസീന ഇവിടെ എത്തിയ വിവരം അവനോട് പറയണമെന്ന് അമ്മ ആഗ്രഹിച്ചു. പക്ഷേ അവൻ എന്ത് പ്രശ്നത്തിൽ പെട്ടാണ് കിടക്കുന്നത് എന്നറിയാതെ അത് അവർ പറഞ്ഞതില്ല. അമ്മ നല്ല സ്നേഹത്തോടു കൂടിയാണ് അവളെ പരിചരിക്കുന്നത്. അവർക്ക് സന്തോഷമായിരുന്നു. എന്തൊക്കെ തന്നെയാലും തൻ്റെ മകൻ്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞല്ലേ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ തൻ്റെ മകൻ രാജേഷ് വരാത്തത് കൊണ്ട് അവർക്കത് നിരാശയുമുണ്ട്. അമ്മ ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞതാ അവൻ വിളിക്കുന്നു. അവൾക്ക് പേടിയും ടെൻഷനും ഒരുമിച്ച് വന്നു. പഠിച്ചോനെ, എന്ത് ചെയ്യുമാവോ, എനിക്ക് പേടിയാകുന്നു. എന്നെ ഉറപ്പാണ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. എനിക്കറിയില്ല, ബോസിന് വേണ്ടി എന്നെ കൊടുക്കും, അതെനിക്കറിയില്ല. പക്ഷേ അമ്മയും ചേച്ചിയും ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഇത്തവണ അവൾ വന്ന് കയറിയപ്പോൾ അവളുടെ തലയിൽ ഒരു തട്ടമുണ്ടായിരുന്നു. ആ തട്ടം അവൾ എടുത്തു മാറ്റുന്നേയില്ല. ശരിക്കും അത്ഭുതപ്പെടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം രാജേഷ് കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുവന്നപ്പോൾ താലിമാലയും ചെറിയ കൈയും ഒക്കെ ആയിട്ടുള്ള അവളുടെ ആ ഒരു ഡ്രസ്സ്, ആ ഒരു സിന്ദൂരം, പൊട്ട്, അതൊന്നും ഇപ്പോൾ കാണുന്നേയില്ല. ഒരു പൊട്ട് പോലും അവൾ തൊട്ടിട്ടില്ല. സാധാരണ ഭർത്താവുണ്ടായാൽ എല്ലാവരുടെയും നെറുകിൽ ഒരു സിന്ദൂരമുണ്ടാകും, അതും അവൾ ചാർത്തിയിട്ടില്ല. അമ്മക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. മോളെ, നീ എന്ത് സിന്ദൂരം വരെ തൊടാത്തത്? ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളെ അത് ഇടാതിരിക്കാൻ പാടില്ല, അതവർക്ക് കേടാണ്. നമ്മൾ എന്നും കുളിച്ച് പൊട്ടൊക്കെ തൊടുമ്പോൾ ആ കൂട്ടത്തിൽ സിന്ദൂരം കൂടെ ഇടണം. അങ്ങനെ ആകുമ്പോഴാണ് ഭർത്താക്കന്മാരുള്ള സ്നേഹം അത് ഉണ്ടാവുക. മോളെന്താ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയോ? അമ്മയുടെ വാക്കിന് മുമ്പിൽ ജസീനക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾക്ക് മടുത്തിരുന്നു അവളുടെ ജീവിതം.
പക്ഷെ ഗർഭിണിയായി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ആ അമ്മയുടെ അടുക്കിലേക്ക് അവൾ വന്നത്. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ വീട്ടിലേക്ക് പോയാൽ ഒരു പക്ഷേ ഹേയ് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. കാഫറിൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു എന്നുള്ളൊരു ചീത്തപ്പേര് ഉമ്മാക്കും ഉപ്പാക്കും ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ക്ഷമിച്ച് അവിടെ കഴിയുവാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അവളുടെ മനസ്സ് പതുക്കെ പുതുക്കെ ഹിന്ദുമതത്തിൽ നിന്ന് അവൾ മാറി തുടങ്ങിയിരുന്നു. അവൾക്കത് ഇഷ്ടമല്ലായിരുന്നു. അമ്മയെ കുഴപ്പമില്ല, അതൊരു പാവം സ്ത്രീയാണ്, നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീ. പക്ഷേ തൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആ രാജേഷ്, അയാൾ ഹേയ് എനിക്ക് അതിനെയാണ് പേടി. അയാളിങ്ങെത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്നല്ലേ അങ്ങ് ചാടിയാലോ എന്ന് നമ്മൾ ഓർക്കുന്നു. പക്ഷേ എങ്ങോട്ട് ഞാൻ പോകും? എനിക്കൊരിടമില്ല. ഇടമുള്ള സ്ഥലം എൻ്റെ വീടായിരുന്നു. പക്ഷേ അവരെയൊക്കെ പറയിപ്പിച്ച് ഞാൻ കടന്നു കളഞ്ഞില്ലേ അവിടുന്ന്. ഇനിയും വീണ്ടും അങ്ങോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നു. പക്ഷേ അവൾക്ക് തിരിച്ച് ഇസ്ലാം ദീനിലേക്ക് വരാനും നല്ല ആഗ്രഹമുണ്ട്. തൻ്റെ തെറ്റുകൾക്കുള്ള മോചനത്തിന് വേണ്ടി, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി. പക്ഷേ ഇവിടെ ഒന്നും നടക്കില്ല. അല്ലെങ്കിലും എനിക്കെന്താ ഹിദായത്ത് നഷ്ടപ്പെട്ടില്ലേ? എനിക്കതില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പഠിച്ചറപ്പ് പുറത്തു തരില്ലായിരിക്കും. അവൾ തേങ്ങി കരയുകയാണ്. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.